എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് പിന്നിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ജീവനക്കാരുടെ പ്രകടനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്, അവർക്ക് നൽകുന്ന പ്രതിഫലത്തിന് പിന്നിലുള്ള തിയറികൾ എന്തൊക്കെയാണ്, അവരെ എങ്ങനെ മികച്ച രീതിയിൽ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കാം, പിന്നെ ശമ്പളത്തിനപ്പുറം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ ഏറ്റവും പ്രധാനമായി സുരക്ഷിതമായ ഒരു തൊഴിലിടം എങ്ങനെ ഉറപ്പാക്കാം. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്, അതായത് പ്രകടനം വിലയിരുത്തൽ. ഒരു സ്ഥാപനം എങ്ങനെയാണ് തങ്ങളുടെ ജീവനക്കാരുടെ പ്രകടനത്തെ ചിട്ടയായി വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ വിഷയത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാക്കാണ് പെർഫോമൻസ് അപ്രൈസൽ. എന്താണിത് എന്ന് നോക്കാം. ജീവനക്കാരുടെ പ്രകടനം വിലയിരുത്താനും അവർക്ക് ഫീഡ്ബാക്ക് നൽകാനും എവിടെയൊക്കെയാണ് അവർ മെച്ചപ്പെടേണ്ടതെന്ന് കണ്ടെത്താനുമുള്ള ഒരു ചിട്ടയായ പ്രക്രിയയാണിത്. കഴിവുള്ളവരെ തിരിച്ചറിയാനും വളർത്താനുമുള്ള ആദ്യത്തെ പടിയിതാണ്. ഇതൊരിക്കലും ഒരു വർഷാവസാനം പെട്ടെന്നൊരു ദിവസം ചെയ്യുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇതൊരു തുടർ പ്രക്രിയയാണ്. കൃത്യമായ നിലവാരം നിശ്ചയിക്കുന്നതിൽ തുടങ്ങി അത് ജീവനക്കാരെ അറിയിച്ച് അവരുടെ പ്രകടനം നിരീക്ഷിച്ച് അവസാനം ഫീഡ്ബാക്ക് നൽകുന്നതുവരെയുള്ള പല ഘട്ടങ്ങളുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണിത്. ഇനി ഇതൊക്കെ ചെയ്യാൻ പല വഴികളുണ്ട്, അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ചില രീതികൾ നമുക്ക് നോക്കാം. 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്നൊരു രീതിയുണ്ട്. ഇവിടെ സൂപ്പർവൈസർമാർ, സഹപ്രവർത്തകർ, എന്തിന് താഴെയുള്ള ജീവനക്കാർ വരെ ഫീഡ്ബാക്ക് നൽകും. പിന്നെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് MBO ഉണ്ട്. ഇവിടെ മാനേജറും ജീവനക്കാരനും ഒരുമിച്ച് ലക്ഷ്യങ്ങൾ തീരുമാനിക്കും. ഫോഴ്സ്ഡ് റാങ്കിംഗ് എന്ന മറ്റൊരു രീതിയിൽ ജീവനക്കാരെ പരസ്പരം താരതമ്യം ചെയ്ത് റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ, ഓരോ രീതിക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഇവ ഉപയോഗിക്കുന്നത്. ശരി, ഒരാളുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? തീർച്ചയായും അവർക്ക് എന്ത് പ്രതിഫലം കൊടുക്കണമെന്നുള്ളതാണ്. ഇതിനു പിന്നിലെ ചില അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അല്ല, ശരിക്കും എങ്ങനെയാണ് കമ്പനികൾ ഒരാൾക്ക് എത്ര ശമ്പളം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ. വെറുതെ ഒരു സംഖ്യ അങ്ങ് തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. ഇതിനു പിന്നിൽ സാമ്പത്തികവും മനഃശാസ്ത്രപരവുമായ ചില തിയറികളുണ്ട്. പണ്ടുകാലത്ത് വളരെ ലളിതമായൊരു തിയറി ഉണ്ടായിരുന്നു. അതാണ് സബ്സിസ്റ്റൻസ് തിയറി. അതായത്, ഒരു തൊഴിലാളിക്ക് ഭക്ഷണം, വസ്ത്രം, താമസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏറ്റവും കുറഞ്ഞത് എത്ര പണം വേണോ അതായിരിക്കണം അയാളുടെ ശമ്പളം. വളരെ ബേസിക്കായൊരു ചിന്താഗതിയാണിത്. എന്നാൽ കാലം മാറിയപ്പോൾ ചിന്തകളും മാറി. അപ്പോഴാണ് ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി വരുന്നത്. ഇവിടെ നിങ്ങളുടെ കഴിവ്, വിദ്യാഭ്യാസം, എക്സ്പീരിയൻസ് ഇതെല്ലാം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൂടുതൽ പഠിക്കുന്തോറും നിങ്ങളുടെ വാല്യൂ കൂടുന്നു, അതിനനുസരിച്ച് ശമ്പളവും കൂടും. ഇനി ഇതിനൊരു സൈക്കോളജിക്കൽ സൈഡ് കൂടിയുണ്ട്. അതാണ് ഇക്വിറ്റി തിയറി. ഇത് വളരെ രസകരമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ശമ്പളത്തെ മറ്റുള്ളവരുടെ ശമ്പളവുമായിട്ട് താരതമ്യം ചെയ്യും, അല്ലേ? നമ്മുടെ അത്രയും തന്നെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ മോട്ടിവേഷൻ കുറയും. ആ ഒരു ഫെയർനെസ് അല്ലെങ്കിൽ ന്യായം, അതാണ് ഇവിടുത്തെ വിഷയം. ശരി, അപ്പോൾ ബേസിക് സാലറിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. പക്ഷെ ആളുകളെ കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ അത് മാത്രം മതിയോ? പോരാ. അവിടെയാണ് ഇൻസെന്റിവ്സിന്റെ റോള് വരുന്നത്. ഇൻസെന്റീവ് വേജ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങൾ എത്രത്തോളം നന്നായി ജോലി ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടും. ഇത് നിങ്ങളുടെ താൽപ്പര്യങ്ങളെ കമ്പനിയുടെ ലക്ഷ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കും. അതായത് കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്ക് കൂടുതൽ റിവാർഡ്. ഇനി ഈ ഇൻസെന്റീവ്സ് പലതരത്തിലുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ പീസ് റേറ്റ് പേ, അതായത് ഓരോ യൂണിറ്റ് ഉണ്ടാക്കുന്നതിനും പണം, സെയിൽസുകാർക്ക് കിട്ടുന്ന കമ്മീഷൻ, പ്രത്യേക ലക്ഷ്യങ്ങൾ നേടുമ്പോൾ കിട്ടുന്ന ബോണസ്, പിന്നെ കമ്പനിയുടെ ലാഭവിഹിതം ജീവനക്കാർക്ക് വീതിച്ചു കൊടുക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ്, ഇങ്ങനെ പല രീതികളുണ്ട്. അപ്പോ ഇതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, 1. ഇത് ആളുകൾക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകും. 2. കഴിവുള്ളവരെ കമ്പനിയിലേക്ക് ആകർഷിക്കാനും അവരെ നിലനിർത്താനും ഇത് സഹായിക്കും. പിന്നെ എല്ലാവരും ഒരുമിച്ച് കമ്പനിയുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കും. പക്ഷേ സംഭവം ശമ്പളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. ഒരു നല്ല തൊഴിലന്തരീക്ഷവും മറ്റ് ആനുകൂല്യങ്ങളും അതിനേക്കാൾ പ്രധാനമാണ് ചിലപ്പോൾ. എംപ്ലോയി മുറാൽ, എന്താണ് ഈ വാക്കിന്റെ അർത്ഥം?
ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു മൂഡ് അല്ലെങ്കിൽ വൈകാരികാവസ്ഥ എന്ന് പറയാം. ജീവനക്കാർക്ക് അവരുടെ ജോലിയോടും സ്ഥാപനത്തോടും എന്ത് തോന്നുന്നു എന്നതിന്റെ ഒരളവുകോലാണിത്. അപ്പോ ഈ മനോവീര്യം എങ്ങനെയാണ് കൂട്ടാൻ പറ്റുക? അത് വെറുതെ അങ്ങ് ഉണ്ടാവുന്ന ഒന്നല്ല. ന്യായമായ ശമ്പളം, നല്ലൊരു വർക്ക് എൻവയോൺമെന്റ്, ചെയ്യുന്ന ജോലിക്കൊരു അംഗീകാരം കിട്ടുന്നത്, വളരാനുള്ള അവസരങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പറയുന്ന മനോവീര്യം കൂട്ടാനുള്ള ഒരു പ്രധാന വഴിയാണ് ഫ്രിഞ്ച് ബെനഫിറ്റ്സ്, അതായത് ശമ്പളത്തിനു പുറമെ കമ്പനി നൽകുന്ന അധിക ആനുകൂല്യങ്ങൾ. ഇത് ജീവനക്കാരുടെ സംതൃപ്തിയും ക്ഷേമവും ഉറപ്പാക്കാൻ ഒരുപാട് സഹായിക്കും. ഏതൊക്കെയാണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ്, റിട്ടയർമെന്റ് പ്ലാനുകൾ, പെയ്ഡ് ലീവ്, പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ, ഫ്ലെക്സിബിളായി ജോലി ചെയ്യാനുള്ള സൗകര്യം, ഇതെല്ലാം അതിൽ വരും. ഇതെല്ലാം ജീവനക്കാരെ കമ്പനിയിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് ശമ്പളം, ആനുകൂല്യങ്ങൾ, മോട്ടിവേഷൻ, ഇതിനെല്ലാം ഒരർത്ഥം വരണമെങ്കിൽ അടിസ്ഥാനപരമായി ഒരു കാര്യം വേണം. അതെന്താണ്? സുരക്ഷിതമായ ഒരു തൊഴിലിടം. നമുക്ക് ഓക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഥവാ OHS പറ്റി നോക്കാം. OHS എന്ന് പറഞ്ഞാല് സിമ്പിളായിട്ട് ജോലിസ്ഥലത്ത് അപകടങ്ങളൊന്നും പറ്റാതെ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. വ്യക്തമായ നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഒരു നല്ല സേഫ്റ്റി പ്രോഗ്രാമിൽ എന്തൊക്കെ വേണം? ഒന്നാമതായി, എവിടെയൊക്കെയാണ് അപകടസാധ്യതകളെന്ന് നമ്മൾ സ്ഥിരമായി പരിശോധിക്കണം. പിന്നെ വ്യക്തമായ സുരക്ഷാ നയങ്ങൾ ഉണ്ടാക്കണം. ജീവനക്കാർക്ക് കൃത്യമായ ട്രെയിനിംഗ് കൊടുക്കണം. എന്തെങ്കിലും സംഭവിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യാനും നിരീക്ഷിക്കാനും ഒരു സിസ്റ്റം വേണം. ഏറ്റവും പ്രധാനമായി ഇതിൽ ജീവനക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. അപ്പോ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാകും. ഈ പറഞ്ഞ പെർഫോമൻസ് വിലയിരുത്തൽ, കോമ്പൻസേഷൻ, മോട്ടിവേഷൻ, സുരക്ഷ, ഇതെല്ലാം വെവ്വേറെ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം ഒരുമിച്ച് പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സ്ഥാപനം ശരിക്കും വളരുന്നത്. ഇതിലൊന്ന് പാളിയാൽ മറ്റേതിനെയും അത് ബാധിക്കും. ശരി, ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യം ഇതാണ്. നിങ്ങൾ സ്വന്തമായൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ഈ പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഏത് ഭാഗത്തിനായിരിക്കും നിങ്ങൾ ആദ്യം ഊന്നൽ കൊടുക്കുക? എന്തുകൊണ്ട്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചോദ്യത്തോടെ നമ്മൾ ഇന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കുകയാണ്. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം.